നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇന്ററാക്ഷൻസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ഒക്കെ അവർ ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ. ലൈക്ക് നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടി വന്നു, നമ്മൾ ആരാണ്, എങ്ങനെയാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മളെ അങ്ങ് കുഴപ്പത്തിലാക്കും. അങ്ങനെ നമ്മുടെ ചരിത്രം അറിയാന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ പ്രപ്വൈസിന്റെ സെഷനിൽ അവരുടെ ചരിത്രം, അതായത് ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ചരിത്രം അറിയാന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ പോലീസ് സർവീസിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഹിസ്റ്ററി ഓഫ് പോലീസ് സർവീസ്. ഈ ഒരു കൊളാഷ് കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുമല്ലേ, ഇന്ന് കാണുന്ന ഒരു പോലീസിന്റെ ഒരു അറ്റയർ ആയിക്കോട്ടെ, അവരുടെ ഒരു വേഷം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ. നമ്മൾ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരു പോലീസ് സേന അല്ലെങ്കിൽ അവരുടെ ഒരു നിൽപ്പായിക്കോട്ടെ എല്ലാം തന്നെ ഷോർട്സ് ഇട്ടിട്ടുള്ള, അങ്ങനെ അതായത് ഈ ഒരു വേഷത്തിൽ കാണുന്ന പോലീസുകാർ എത്ര പണ്ടുള്ളതാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ പോലീസ് സർവീസിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ ഇന്നത്തെ ഈ ഒരു ജേർണിയിൽ നമ്മൾ ഇവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മാറ്റത്തിന് കാരണം എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു പോലീസ് സർവീസിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഇദ്ദേഹത്തിനെ പറ്റി മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തുടങ്ങാൻ ശരിക്കും പാടില്ല. നമ്മൾ ഇദ്ദേഹം ആരാന്നല്ലേ, ഇദ്ദേഹമാണ് തഞ്ചാവൂർ രാമചന്ദ്ര റാവു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ പോലീസ് ഫോഴ്സിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരനാണ് രാമചന്ദ്ര റാവു. വെറും പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയുന്നതിൽ അപ്പുറത്തോട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നു, അതായത് മദ്രാസിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു 1844 ഇദ്ദേഹം ആർമിയിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 1847 അദ്ദേഹം പോലീസ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് മാറുകയും ഒരു ഹൈ പൊസിഷൻ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് എങ്ങനെ ശരിക്കും നമ്മുടെ ഒരു IPS സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിലേക്ക് പോവാം. പക്ഷേ തൊട്ട് മുന്നേ നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനും അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് വ്യക്തമാകാത്ത ആളുകൾ ഒന്ന് അത് കണ്ടിട്ട് ഇവിടെ വരുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് IPS റിലേറ്റഡ് ആയിട്ടുള്ള വലിയ മേജർ റീഫോംസ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ IPS ഫീൽഡിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു ക്ലാരിറ്റി ഒന്നുകൂടി കിട്ടണം എന്നുള്ള ആളുകളാണെങ്കിൽ അന്നത്തെ ഒരു സെഷൻ പോയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോലീസ് ഫോഴ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് വന്നതിന് ശേഷമാണ്. നമുക്കറിയാം ഒരു 1857 ആഫ്റ്റർ ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ആ ഒരു പീരീഡൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യനെ റൂൾ ചെയ്യാനുള്ള ഒരു പവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതുകൊണ്ടാണ് ഈ 1861 ഒരു കൗൺസിൽ ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മോഡേണൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ഒരു പ്രൊഫഷണൽ ആയിട്ടൊക്കെ എത്തിക്കാൻ പോലീസ് സർവീസിന് ഒരു പ്രൊഫഷണൽ ആൻഡ് മോഡേൺ ഒരു ഫേസ് കൊടുക്കുന്നത് 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ടോട് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 1861 ഈ ഒരു കൗൺസിൽ ആക്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പോലീസ് കാഡറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് സുപ്പീരിയർ പോലീസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇതിനായിട്ടൊരു കാഡറ്റ് അങ്ങോട്ട് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പേര് സുപ്പീരിയർ പോലീസ് സർവീസ് എന്നായിരുന്നു. പിന്നെ കുറച്ചുകൂടി കാലങ്ങൾക്ക് ശേഷം ഇത് ഇമ്പീരിയൽ പോലീസ് സർവീസ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1861 ഈ ഒരു ആക്ട് വന്നതിന് ശേഷം 1865 ഫസ്റ്റ് പോലീസ് കമ്മീഷൻ ഒരു ജനറേറ്റ് ആവുന്നു. അവർ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി ഗൈഡ് ലൈൻസ് ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി അക്കോർഡിംഗ് ടു പോലീസ് സർവീസ് ഓഫ് ഇന്ത്യ. കാരണം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരുപാട് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു മോഡേൺ ഫേസിലേക്ക് ആക്ച്വലി എത്തുന്നത്. ആൻഡ് മോർ ഓവർ ദാറ്റ് നമ്മുടെ അതായത് ഇന്ത്യൻ പോലീസ് സർവീസ്, ആദ്യത്തെ പേര് ഇന്ത്യൻ പോലീസ് സർവീസ് എന്നല്ല, ഇമ്പീരിയൽ സർവീസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ പക്ഷേ ഒരു പോലീസ് ഫോഴ്സ് ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 1865 ഒരു പോലീസ് കമ്മീഷൻ വന്നതിന് ശേഷമാണ്. ഇതിന് ശേഷം ശരിക്കും നമ്മൾ പറയുകയുണ്ടായി, നമ്മൾ അന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിലും കൂടി ഒരു എക്സാം കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസ് ആക്ച്വലി വരുന്നത്. അപ്പോൾ 1893 ആകുമ്പോഴേക്ക് എക്സാം കണ്ടക്ട് ചെയ്തു. അത് നമ്മൾ പറയുകയുണ്ടായി. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ഇയാളെ എനിക്ക് ഓക്കെയാണ്, ഇയാൾക്ക് അത്യാവശ്യം കാലിബർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഇയാളെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ പോലീസ് സർവീസിലേക്ക് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 1893 ആകുമ്പോഴേക്കും ഒരു ഓപ്പൺ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇതിന് വേണ്ടിയിട്ട് വെക്കുകയുണ്ടായി. അത് ത്രൂ സെലക്ട് ആവുന്ന ആദ്യത്തെ 10 ആൾക്കാരെയാണ് പ്രൊബേഷനറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് 2003 കാലഘട്ടത്തിൽ ആൻഡ്രൂ ഫ്രോസന്റെ ലോർഡ് കേഴ്സന്റെ അണ്ടറിൽ ഒരു പോലീസ് കമ്മീഷൻ കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നുണ്ട്. അവരുടെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിട്ടീഷുകാർ മാത്രം പോരാ, അല്ലെങ്കിൽ യൂറോപ്യൻസ് മാത്രം പോരാ, അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യക്കാർക്ക് കൂടി ഈ ഒരു പോലീസ് ഫോഴ്സിലേക്ക് എൻട്രി ടിക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഈ ഒരു കമ്മീഷൻ വരുന്നത്.
പക്ഷേങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് ഇതിനകത്ത് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അങ്ങനെ അല്ലെങ്കിൽ ഇത് സീനിയർ NCO അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ എത്താൻ പറ്റുമെങ്കിൽ ഇവർക്ക് എലൈറ്റ് ക്ലാസ്സിനായിരുന്നു. പ്രോപ്പർലി കുറച്ചുകൂടി പറയുകയാണെങ്കിൽ എലൈറ്റ് ക്ലാസ്സിനാണ് ഇവർ ഈ ഒരു വേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ആഫ്റ്റർ ഈ ഒരു കാര്യത്തിന് ശേഷം ഇസ്ലിംഗ്ടൺ കമ്മിറ്റി വരുന്നു. ഇന്ത്യക്കാർക്കുള്ള പ്രാതിനിധ്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടി ആ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് 1917 ഇസ്ലിംഗ്ടൺ കമ്മിറ്റിയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് 1920 ഇന്ത്യൻസിനും കൂടി ഒരു എൻട്രി സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലും അതേപോലെ തന്നെ ലണ്ടനിലും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് ഈ ഒരു എക്സാം, അതായത് സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്തു. ലണ്ടൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു അത് കണ്ടക്ട് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ, അതായത് ഒരു 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ആളുകളെയൊക്കെ തന്നെ ഒരു ഇമ്പീരിയൽ സർവീസിൽ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ആദ്യത്തെ പേര് മാറ്റിയിട്ട് ഇമ്പീരിയൽ സർവീസ് ആവുന്നുണ്ട്. ശരിക്കും ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നൊക്കെ ഇമ്പീരിയൽ സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പിന്നെ മാറ്റുകയും, പിന്നെ ഒരു 907 നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു എപ്പോലെറ്റേഴ്സിൽ എന്ത് കാണാൻ പറ്റും, IP അതായത് ഇമ്പീരിയൽ പോലീസ് സർവീസ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആ ഒരു മാറ്റം നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു എപ്പോഴാണ് ഈ ഒരു ഇമ്പീരിയൽ പോലീസ് സർവീസിലേക്ക് ഇത് മാറിയത് എന്ന് നമുക്കറിയില്ലെങ്കിലും ഒരു IP എന്നുള്ള എപ്പോലെറ്റേഴ്സ് വരുന്ന സമയത്ത് ഇത്രയും ചേഞ്ചസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു നാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഐഡിയയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെ എപ്പോലെറ്റേഴ്സ് കൊടുത്തിട്ടുള്ള എന്തിനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സർവീസുകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഇപ്പോൾ ആർമി സർവീസ്, സിവിൽ സർവീസ് അങ്ങനെ അതിനകത്തുനിന്ന് പോലീസ് സർവീസിനെ ഒന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഒന്ന് വ്യക്തമായിട്ട് അവർക്കൊരു ID പ്രൂഫ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു IP എന്നുള്ളൊരു ടാഗ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1907 ഏറെക്കുറെ ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടൊരു വേയിൽ പോലീസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദെൻ ആഫ്റ്റർ 1948 ഇന്ത്യൻ പോലീസ് സർവീസ് അണ്ടർ ആർട്ടിക്കിൾ 312 അണ്ടറിൽ ഈ ഒരു നെയിമിൽ ഒരു ചേഞ്ച് വരുന്നത്. അത് ഓൾ ഇന്ത്യ സർവീസിൽ എല്ലാത്തിനെയും മാറ്റം വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ചേഞ്ച് പോലീസ് സർവീസിൽ വന്നിട്ടുള്ളത് ഏറെക്കുറെ ഒരു 907 ആ ഒരു പീരീഡിലാണ്. അങ്ങനെയാണ് പോലീസ് സർവീസ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പേരുമാറ്റം വന്നത് എന്നടക്കം നമ്മൾ പറയേണ്ടായി. ഇത്രയും നേരത്തെ സംസാരത്തിനിടയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്, പോലീസ് സർവീസിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടാണ് ഇമ്പീരിയൽ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ആയി മാറിയെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഇവരുടെ ഒരു ട്രെയിനിങ് പ്രോസസ്സ് കറക്റ്റായിട്ട് എവിടെയാണ് നടക്കുന്നതെന്നല്ലേ. ഇവരുടെ ആദ്യത്തെ ഒരു ട്രെയിനിങ് പ്രോസസ്സ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ വരെ ഇന്ത്യൻ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു യൂണിറ്ററി വേല അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലേസിൽ നിന്നായിരുന്നില്ല അവരുടെ ട്രെയിനിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓരോ പ്രൊവിൻഷ്യയിലുള്ള ആളുകൾക്ക് അവരവരുടേതായ ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ലോക്കൽ കോളേജുകളിലൊക്കെ ആയിട്ടാണ് ഇവരുടെ ഒരു ട്രെയിനിങ് നടന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇൻഡിപെൻഡൻസ് ഒക്കെ ആയതിന്, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ചെയ്തതെന്ന് നമ്മൾ പറയണം. ബിക്കോസ് ഓൾ ഇന്ത്യ സർവീസുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നൊരു, അല്ലെങ്കിൽ അതിന് നമുക്കിത് ഇനി വേണ്ട എന്നുള്ളൊരു ആർഗ്യുമെന്റ്സ് വന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇതിനിവിടെ നിലനിർത്തുന്നതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാഷണൽ പോലീസ് അക്കാഡമിക്ക് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ബൈ ദ വൈ ബാക്ക് ടു ഫസ്റ്റ് ട്രെയിനിങ് പ്രോസസ്സ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ട്രെയിനിങ് പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള കോളേജുകളിൽ, ലോക്കൽ കോളേജുകളിലായിട്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് തമ്മിൽ അറിയണം കാര്യങ്ങളൊക്കെ. അതായത് ഇവർക്ക് ആദ്യത്തെ ഒരു പീരീഡിൽ തമ്മിൽ ഈ ഒരു ഫോഴ്സ് ആ ഫോഴ്സ് എന്തൊക്കെ ചെയ്യുന്നു, ഈ ഫോഴ്സ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. കാരണം ഇവരൊരു സെൻറ്റർ, ഒരു ചെറിയൊരു യൂണിറ്റിൽ ഇവർ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ ട്രെയിനിങ് ഒരു ചെറിയൊരു യൂണിറ്റിനുള്ളിൽ നടക്കുന്നു, അത്രയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇവരുടെ ഒരു ട്രെയിനിങ് കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കാം എന്നുള്ള രീതിയിൽ ഒരു സിംഗിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവരുടെ ട്രെയിനിങ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 1948 രാജസ്ഥാനിലുള്ള മൗണ്ട് അബൂവിൽ വെച്ചിട്ടാണ് ഇവരുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വേണേൽ പറയാൻ പറ്റും. അൺയൂസ്ഡ് ആയിട്ടുള്ള ബാരക്കേഡ്സ് ഒക്കെ രാജസ്ഥാനിൽ അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് മൗണ്ട് അബു തന്നെ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. മൗണ്ട് അബൂവിൽ ഉണ്ടായിരുന്ന രാജ്പുതാന ഹോട്ടലിലെയും അബു ലോറൻസസ് അവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു ഇന്ത്യൻ പോലീസ് സർവീസിന്റെ കറക്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ഒരു 1967 ആയ സമയത്ത് ആ ഒരു ട്രെയിനിങ് സെന്ററിനെ നാഷണൽ പോലീസ് അക്കാഡമി എന്നുള്ള പേര് കൊടുക്കുകയും ഇതിനുശേഷം ഒരു 1974 ആയ സമയത്ത് നമ്മുടെ ഫോമർ ഹോം മിനിസ്റ്റർ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ഒരു ഹോണർ എന്നുള്ള രീതിയിൽ ഈ നാഷണൽ പോലീസ് അക്കാഡമിയുടെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി എന്ന് മാറ്റുകയുണ്ടായി. അതിനുശേശം നമ്മൾ റിയലൈസ് ചെയ്യുകയാണ് രാജസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി അപ്പർ പാർട്ട് ഓഫ് ദി ഇന്ത്യ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അന്നത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്നുകൂടി ഡെവലപ്പ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എന്നുള്ള രീതിയിൽ ഹൈദരാബാദിലേക്ക് നമ്മുടെ നാഷണൽ പോലീസ് അക്കാഡമിനെ മാറ്റുകയാണ്. 1975 ഒരു പോലീസ് കമ്മിറ്റി ക്രിയേറ്റ് ആവുകയാണ് MS ഗോറിന്റെ അണ്ടറിൽ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രൈം
മിനിസ്റ്റർ അപ്രോച്ച് ചെയ്യുന്നു, ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മുടെ പോലീസ് സർവീസിന് ആവശ്യമുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോലീസ് സർവീസ് അക്കാഡമി എന്ത് ചെയ്യണം, നമുക്ക് ഹൈദരാബാദിലോട്ട് മാറ്റണം എന്നൊക്കെയുള്ള സജഷൻസ് വരുന്നത് ഈ പോലീസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ ആയിട്ടാണ്. അപ്പോൾ രാജസ്ഥാനിൽ നിന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് എത്തുകയാണ്. ഈ ഒരു ആളിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോമൺ മാനിനെ ശരിക്കും ഒത്തിരി ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു വെരി റെസ്പോൺസിബിൾ പേഴ്സൺ ആക്കി അല്ലെങ്കിൽ ഒരു എമിനൻറ്റ് പേഴ്സൺ ആക്കി മാറ്റുന്നതിൽ നാഷണൽ പോലീസ് അക്കാഡമിക്കുള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഇവിടെ എത്തുന്നതിന് മുന്നേ ലബസ്ന കഴിഞ്ഞിട്ടാണ്, ലബസ്നയിലുള്ള ഫൗണ്ടേഷൻ കോഴ്സൊക്കെ എല്ലാവരെയും കൂടെ കഴിഞ്ഞിട്ട് ശേഷമാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത്. പക്ഷേ അത് കൂടാതെ ഒരുപാട്, അതായത് ഇവിടെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇവരെ ബിൽഡ് ആക്കി എടുക്കുന്നതിലും ഈവൻ ദോ ഒരു ന്യൂബി ഓഫീസറിന് മാത്രമല്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നൊരു ഓഫീസറിന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. ഏതൊരു വെപ്പൺ ആണെങ്കിലും ഏതൊരു വാരിയർ ആണെങ്കിലും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും അല്ലേ. സോ ഇവിടെ അങ്ങനെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു SP ആയിക്കോട്ടെ, അതായത് ഉയർന്ന തസ്തികയിലുള്ള പോലീസ് ഓഫീസേഴ്സിന് പ്രോപ്പറായിട്ട് മിഡ് കരിയർ പ്രാക്ടീസ് അല്ലെങ്കിൽ മിഡ് കരിയർ ട്രെയിനിങ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സേനയെ വേണം, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. ദാറ്റ്സ് വൈ പ്രസിഡന്റ് ഇവർക്ക് ഈ ഒരു പോലീസ് അക്കാഡമിക്ക് ഒരു കളർ കോഡ്, അതായത് പ്രസിഡന്റിന്റെ ഒരു കളർ കോഡ് അവാർഡ് ഇവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്രയും വലിയൊരു ജേർണി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കോമൺ മാനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറിലേക്കുള്ള ദൂരവും കാണാൻ പറ്റും. ആൻഡ് മോർ ഓവർ അന്ന് 1844 അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരുന്ന പീരീഡ് തൊട്ട് വെച്ചിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഫോമിലേക്ക് വരെ എത്താൻ വേണ്ടിയിട്ട് പോലീസ് സർവീസിൽ എന്തൊക്കെ എന്തൊക്കെ റീഫോംസ് നടന്നിട്ടുണ്ട്, അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇനി നമുക്ക് പരിചയപ്പെടേണ്ട 2 വ്യക്തികൾ കൂടെ ഉണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ പോലീസ് സർവീസിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരനെ പറ്റി നമ്മൾ കേട്ടു. ഇനി 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഈ ഒരു പോലീസ് സർവീസിലോട്ട് കയറിയ ഒരു മനുഷ്യനെ കൂടി പരിചയപ്പെടണ്ടേ, അതാണ് CV നരസിംഹൻ IPS. ഒരു പോലീസ് IPS കാഡറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 1948 IPS കാഡറ്റ് ബാച്ചിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഇദ്ദേഹത്തിനെ പറ്റി DGP റാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ CBI ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ഇത് കൂടാതെ ഇദ്ദേഹത്തിനൊപ്പം തന്നെ നമ്മൾ പരിചയപ്പെടേണ്ട വേറൊരു വ്യക്തി കൂടെ ഉണ്ട്, മിസ് കിരൺ ബേദി IPS. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ബ്രേവ്, ഷീ ഈസ് വെരി കറേജിയസ് ഇൻ ഹെർ ലൈഫ്. നമുക്ക് ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് മോട്ടിവേഷൻ ആണ് കിരൺ ബേദി എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഭയങ്കര പാട്രിയാർക്കൽ ഒരു ക്യാരക്ടർ ആയിരുന്ന, അല്ലെങ്കിൽ മെൻ മാത്രം പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പോലീസ് ഫീൽഡിലേക്ക് സ്വധൈര്യം മുന്നോട്ട് വന്ന വ്യക്തിയാണ് കിരൺ ബേദി എന്ന് പറയുന്നത്. ഷീ ഈസ് ദ വൺ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് കിരൺ ബേദി. കിരൺ ബേദിയുടെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, I Dare എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഹൗ കറേജിയസ് ഷി വാസ് ആൻഡ് എത്ര ബ്രേവ് ആയിട്ടാണ് അവരുടെ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് ശരിക്കും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അല്ലേ. ഒരുപാട് തടസ്സങ്ങൾ, ഇതുവരെ തൻ്റെ ജെൻഡറിന് ആരും വരാതിരുന്ന ഒരു കാറ്റഗറിയിലേക്ക്, ഒരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി എന്നൊക്കെ നമുക്ക് ആ ഒരു ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആ ഒരു ബുക്ക്. ഈവൻ ദോ നമ്മളിപ്പോൾ പോലീസ് പോലീസ് സർവീസിന് അപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ലൈഫിൽ നമ്മൾ ഡിമ്മായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ബ്രേവ് ആവും. സോ അങ്ങനെ, അതായത് ഇവരുടെയൊക്കെ ബുക്സൊക്കെ വായിച്ചു നോക്കുക. നിങ്ങളൊരു ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ, ഇവരൊക്കെ സഹിച്ച അത്രയും നമ്മൾ സഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. ചെറിയൊരു ജേണി നമ്മൾ നടത്തി, സിവിൽ സർവീസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എങ്ങനെ എത്തി എന്നൊക്കെയുള്ള ഒരു ചെറിയ ജേണി നമ്മൾ നടത്തി. സോ അതുകൊണ്ട് ഇന്നത്തെ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ നെഗറ്റീവ്സ് ഇവർ സഹിച്ചു, എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഇവർ കൊണ്ടുവന്നെന്നൊക്കെ നമുക്കറിയാം. സോ നെക്സ്റ്റ് ഒരു സെഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്രിറ്റിക്സ് എന്തൊക്കെയാണ്, ഇതിനകത്ത് എന്തൊക്കെ റീഫോംസ് വന്നിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് പോവാം. സോ ബൈ.